ഹേ ഗായ്സ്, വെൽക്കം ടു ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ തറവാട്ടിൽ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ ഷോപ്പിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ വരെ കാണാൻ ശ്രമിക്കുക. മാത്രമല്ല, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞങ്ങളുടെ തറവാട്ടിൽ ഇന്ന് വല്യപ്പാൻ്റെ ആണ്ടാണ് കേട്ടോ. അതാണ് എല്ലാവരും കൂടി കൂടിയിട്ടുള്ളത്. അപ്പോൾ ളുഹ്ർ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഉസ്താദുമാരൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് എൻ്റെ വല്യപ്പാൻ്റെ പഴയ കാല ഫോട്ടോ കാണിച്ചു തരാണ്. ഇന്ന് പാണ്ടതിനെ കൊണ്ട് ആരോ പഴയ ഫോട്ടോ ഒക്കെ തപ്പിപ്പിടിച്ച് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാണ്. പിന്നെ നമ്മുടെ വല്യപ്പാൻ്റെ 9ാമത്തെ ആണ്ടാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ടുണ്ട്. കുട്ടികളൊന്നും ഇല്ല, ഇന്ന് സ്കൂളുള്ള ദിവസമായതിനെ കൊണ്ട് കുട്ടികളൊക്കെ സ്കൂളിലാണ്. ഇപ്പോൾ ഞങ്ങൾ വലിയവർ മാത്രമാണ് കേട്ടോ, സ്കൂളിൽ പോവാത്ത കുട്ടികൾ മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങനെ എല്ലാവരും വിളിച്ചിട്ടുള്ള ഒരു ദുആവും കാര്യങ്ങളൊന്നുമല്ല, ഞങ്ങളും മക്കളും മരുമക്കളും പേരക്കുട്ടികളും മാത്രം കൂടിയിട്ടുള്ള ഒരു ആണ്ടാണ് കേട്ടോ. അപ്പോൾ അതാ ളുഹ്ർ നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഉസ്താദുമാരെ എത്തി അവർ മൗലൂദൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മൗലൂദിന് ശേഷം ദുആ ഒക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കലായിരുന്നു. അപ്പോൾ ഇതാ ദുആ ഒക്കെ കഴിഞ്ഞിട്ട് മധുരം വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഓരോരുത്തർ കൊണ്ടുവന്ന മധുരങ്ങളാണ്, അതായത് മക്കളും പേരക്കുട്ടികളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള മധുരങ്ങളാണ് കേട്ടോ ദുആക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഓരോ പ്ലേറ്റിലാക്കിയിട്ട് അങ്ങോട്ട് സദസ്സിലേക്ക് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഫുഡ് വിളമ്പുകയാണ് കേട്ടോ. അത് മുറിച്ചു കൊടുത്തോളാം. എല്ലാവർക്കും ആ കളർ കണ്ടിട്ടാണ്. അത് രണ്ടാ കൂടി മുറിച്ചെടുത്താളോ നിർത്തുകണ്ട് ലച്ച. അയ്യോ, ഇത് തക്കാളി സോസ്. അങ്ങനെ മൗലൂദും ദ്വായൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡ് വിളമ്പിരുന്ന് ആകെ ബഹളമായിരുന്നു കേട്ടോ. വിളമ്പലും കഴിക്കലും ആകെ കൂടെ ബഹളമായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് എടുത്തിട്ടില്ല. പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് സമയം സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാ ഈ മധുരങ്ങളൊക്കെ ഞങ്ങൾ ഇപ്പോഴാണ് കേട്ടോ കഴിക്കുന്നത്. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ആ ഫുഡ് കഴിച്ച സമയത്ത് നമുക്കതിനൊന്നും ആവശ്യമില്ലായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരുടെ വീട്ടിലേക്കൊക്കെ പോയി. കുട്ടികളൊക്കെ സ്കൂളിട്ട് വരാനാകുമ്പോഴേക്കും അവർക്ക് വീട്ടിലെത്തണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മായികളും ഏട്ടത്തിയും എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളും വീട്ടിലേക്ക് വന്നിട്ടോ. പിന്നെ നൈറ്റ് ഒരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ മുതൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഞാനും ഇക്കയും സച്ചു മാത്രമാണ് ഈ ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുള്ളത്. ലച്ചു എൻ്റെ വീട്ടിൽ തന്നെ കേട്ടോ, അവളെ കൊണ്ടുവന്നിട്ടില്ല. വെറുതെ ഈ ബൈക്കിലിരുന്ന് കാറ്റൊക്കെ കൊണ്ട് ജലദോഷം ഒന്നും പിടിക്കേണ്ടെന്ന് കരുതിയിട്ട് അവളവിടെ ആക്കിയിട്ട് പോകുന്നതാണ്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ, ലച്ചുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ കുറച്ച് ബ്യൂട്ടി പ്രൊഡക്റ്റ് അതുപോലെ തന്നെ ഡ്രസ്സ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ ക്രാഫ്റ്റ് ഐറ്റംസിൻ്റെ കടയിൽ കയറാനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടി വിചാരിച്ചിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.